CPIM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന് കൊടിയുയർന്നു. പ്രതിനിധി സമ്മേളനം താനൂർ മൂച്ചയ്ക്കലിൽ പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയെ RSS എതിർക്കുകയാണെന്ന് എ വിജയരാഘവൻ പറഞ്ഞു. ഹിന്ദുത്വ അജണ്ടകളാണ് RSS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം ഇല്ലാതാക്കാനാണ് ശ്രമമെന്നും അതിനുവേണ്ടി മനഃപൂർവ്വം മതവർഗീയത ഉണ്ടാക്കുന്നുവെന്നും വിജയരാഘവൻ പറഞ്ഞു. ഭരണഘടനയുടെ തുടക്കം മുതൽ RSS അതിനെ എതിർത്തു. ഹിന്ദുത്വ അജണ്ടകളാണ് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും മതേതരത്വം ഇല്ലാതാക്കാനാണ് RSSന്റെ ശ്രമമെന്നും എ വിജയരാഘവൻ പറഞ്ഞു. കോർപ്പറേറ്റ് പിന്തുണയിലാണ് ഇവർ ഇത് ചെയ്യുന്നത്. അവരുടെ ഹിന്ദുത്വ അജണ്ട റെസിപ്രോക്കലായി ഇപ്പുറത്തേക്ക് കോർപ്പറേറ്റിന്റെ ലാഭതാല്പര്യം, മറുഭാഗത്ത് അതിസാധാരണ മനുഷ്യന്റെ ജീവിതത്തിന്റെ പൂർണ്ണമായ തകർച്ച, പ്രതീക്ഷകളില്ലാത്ത, പ്രത്യാശകളില്ലാത്ത, ദാരിദ്ര്യത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട കോടിക്കണക്കിന് മനുഷ്യർ സൃഷ്ടിക്കുക. അവിടെ അതിനെതിരായി വിരൽ ചൂണ്ടിയാൽ അമിതാധികാരത്തിന്റെ എല്ലാ കരുത്തും ഉപയോഗിക്കുക എന്നുള്ള നിലയിൽ ഇന്ത്യ തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിനെ ചോദ്യം ചെയ്യാനാവോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ജനവിരുദ്ധമായ ഒരു നയം, ഒരു പ്രത്യയശാസ്ത്രം, അതിന്റെ നടത്തിപ്പ്, മുതലാളിക്ക് കൊള്ളലാഭം, BJPക്ക് തീവ്ര ഹിന്ദുത്വം, അങ്ങനെ പോകുന്നു. മറുഭാഗത്തോ ആ നയങ്ങൾ അതുപോലെ ഇങ്ങോട്ട് പറിച്ചു നടല്ലേ. താനൂരിൽ CPIM പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എ വിജയരാഘവൻ. മുതിർന്ന നേതാവ് പാലുളി മുഹമ്മദ് കുട്ടി സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. പതിനെട്ട് ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 332 പ്രതിനിധികളും 38 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, PK ശ്രീമതി, ഇളമരം കരീം തുടങ്ങിയവരും പങ്കെടുക്കുന്നു. സമാപന സമ്മേളനം 3 വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം